ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഇയർ എൻഡ് വാഹനം എടുക്കണോ അതോ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്ത് ഒരു പുതിയ കാർ എടുക്കണോ? റീസെന്റ് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഡിസംബർ ഒക്കെ ആയി, ഇനിയിപ്പോൾ ഇയർ എൻഡ് വാഹനങ്ങൾക്ക് അത്യാവശ്യം ഓഫറുകൾ കിട്ടും. അപ്പോൾ ആ ഓഫറോട് കൂടി ഒരു ഇയർ എൻഡ് കാർ എടുക്കണോ അതോ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്ത് ഒരു പുതിയ വാഹനം എടുക്കണോ? കുറേ കമന്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയർ എൻഡ് വാഹനങ്ങൾ എടുക്കുന്നത് കൊണ്ടുള്ള പോസിറ്റീവ്സ് എന്തെല്ലാമാണ്, നെഗറ്റീവ്സ് എന്തെല്ലാമാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇയർ എൻഡ് വാഹനങ്ങൾ എടുക്കുന്നത് കൊണ്ടുള്ള പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് പ്രൈസ് ഡിസ്കൗണ്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ആവറേജ് പ്രൈസ് ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50,000 രൂപ തൊട്ട് ഒരു 1.5 ലക്ഷം രൂപ വരെ നോർമൽ കാറുകൾക്കും, അതായത് ഒരു 6 ലക്ഷം രൂപ, ഒരു 12 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന കാറുകൾക്ക് ഒരു 1.5 ലക്ഷം രൂപ വരെ ഓഫറും, അതിന് മുകളിലേക്കുള്ള വാഹനങ്ങൾക്ക് 2-2.5 ലക്ഷം രൂപ വരെയൊക്കെ ഇയർ എൻഡ് പ്രൊമോഷൻസ് കമ്പനികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് ഇയർ എൻഡ് വാഹനം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ വാഹനം വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ഓഫറുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ന്യൂ വാഹനം എടുക്കുന്ന അതേ ഫീലോടുകൂടി തന്നെയാണ് ഇയർ എൻഡ് വാഹനം എടുക്കുന്നത്. പേഴ്സണലി നിങ്ങൾക്കും നിങ്ങളെ ഷോറൂമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന കോർഡിനേറ്റർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുള്ളൂ അതൊരു പഴയ ഇയർ എൻഡ് വാഹനമാണ്, അല്ലെങ്കിൽ 6 മാസം പഴക്കമുള്ള വാഹനമാണെന്ന്. അപ്പോൾ ഈ വാഹനം എടുക്കുമ്പോൾ നോർമൽ വാഹനത്തെക്കാൾ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ കുറവ് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് EMI കുറയും. നിങ്ങളൊരു EMI ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന EMI കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് കുറയും. അങ്ങനെ എല്ലാ പേയ്മെൻറ്റുകളിലും ഒരു പുതിയ വാഹനത്തെക്കാളും കമ്പാരിറ്റീവ്ലി കുറവ് നിങ്ങൾക്ക് ഈ ഒരു ഇയർ എൻഡ് വാഹനം എടുക്കുന്നത് കൊണ്ട് ലഭിക്കും. മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇയർ എൻഡ് വാഹനങ്ങൾക്ക് മിക്ക സമയത്തും ഷോറൂമുകളിൽ നിന്ന് അഡീഷണൽ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടിയൊക്കെ അവർ ഓഫറായിട്ട് കൊടുക്കും. വാഹനം ഇറങ്ങുമ്പോൾ 3 കൊല്ലത്തെ വാറണ്ടി ആണെങ്കിൽ ചിലപ്പോൾ 3 കൊല്ലം കൂടി കിട്ടി 6 കൊല്ലം വരെയൊക്കെ വാറണ്ടി ലഭിക്കാം. ആക്സസറീസ് ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് സർവീസ് പാക്കേജുകൾ, ചിലപ്പോൾ ഒരു 2 കൊല്ലത്തേക്കുള്ള ഫ്രീ സർവീസ് പാക്കേജുകൾ തരും. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് 100% ഓൺ റോഡ് ഫണ്ടിങ് പലപ്പോഴും ലഭിക്കാറുണ്ട്. ഇതിപ്പോൾ മാരുതി ആയാലും ഹ്യുണ്ടായി ഒക്കെ ആണെങ്കിലും ഏകദേശം 100% ഓൺ റോഡ് ഫണ്ടിങ് നിങ്ങൾക്ക് ആ വാഹനങ്ങൾക്ക് ലഭിക്കും. അതും നമുക്കൊരു പോസിറ്റീവായിട്ട് പറയാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾക്കൊട്ടും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. ഈ വാഹനം ഓൾറെഡി ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഷോറൂമിൽ തന്നെ വേറെ ബ്രാഞ്ചുകളിൽ കിടക്കുന്ന വാഹനങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ യാർഡുകളിലുള്ള വാഹനങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വാഹനം ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1.5 ആഴ്ച കൊണ്ടൊക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം റെഡി ആവുകയാണെങ്കിൽ ഒട്ടും ഡിലേ ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ പുതിയ കാറുകൾക്ക് എപ്പോഴും നമുക്ക്, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഡിസംബറിലാണ് വാഹനം വാങ്ങാൻ നോക്കുന്നത്, നിങ്ങൾക്കൊരു പുതിയ ഇയറിലെ മാനുഫാക്ചർ ചെയ്ത വാഹനം വേണമെങ്കിൽ നിങ്ങളൊരു ഫെബ്രുവരി വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ജനുവരിയിൽ ആ വാഹനം മാനുഫാക്ചർ ചെയ്ത് യാർഡിൽ നിന്ന് നിങ്ങളുടെ, അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് യാർഡിൽ നിന്ന് ഷോറൂമിലെത്തി നിങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൻ്റെ ആദ്യമൊക്കെ ആയിട്ടുണ്ടാവും. മാക്സിമം ഒരു ഫെബ്രുവരി മിഡോടുകൂടിയൊക്കെ ആയിരിക്കും 2026 മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത്രയും വെയിറ്റിംഗ് പീരീഡ് പുതിയ വാഹനങ്ങൾക്ക് എന്താണെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ ബഡ്ജറ്റ് കൂടിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവർ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ടും ഒരു ഇയർ ബാക്ക് പുതിയ കാറുകൾ തന്നെയായിരിക്കും എന്തുകൊണ്ട് ലാഭകരം. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ EMI ഒക്കെ ഇടുമ്പോൾ നമ്മളുടെ EMIയുടെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. 18%, 15%, 16% ഒക്കെ ആയിരിക്കും ലഭിക്കുക. ആ സമയത്ത് അതൊരു പുതിയ ഇയർ ബാക്ക് വാഹനമാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ വാഹനത്തിന് ലഭിക്കുന്ന 8% അല്ലെങ്കിൽ 7.5% EMIയിലൊക്കെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഒരു ഇയർ എൻഡ് വാഹനം എടുക്കുന്നത് കൊണ്ടുള്ള പോസിറ്റീവ്സ്. ഇയർ എൻഡ് വാഹനം എടുക്കുന്നതുകൊണ്ട് പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളിൽ ചിലപ്പോൾ മിസ്സിങ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രോങ്സ് റീസെൻ്റ്ലി കഴിഞ്ഞ മെയ് ജൂണോട് കൂടിയൊക്കെയാണ് 6 എയർ ബാഗിലേക്ക് അപ്ഡേറ്റ് ആയത്. ഇപ്പോൾ പല ഷോറൂമുകളിലും 2 എയർ ബാഗിൻ്റെ വാഹനങ്ങൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റഡ് ഫീച്ചർ, അതായത് 6 എയർ ബാഗിൻ്റെ ഫീച്ചർ, ചിലപ്പോൾ അഡീഷണൽ എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇയർ എൻഡ് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് മിസ്സാവും. അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫേസ് ലിഫ്റ്റിൻ്റെ വന്നിരിക്കുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ നെഗറ്റീവ് നമ്മളൊരു ഇയർ ബാക്ക് വാഹനമാണ് എടുക്കുന്നത് എങ്കിൽ.
രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അല്ലെങ്കിൽ വേരിയന്റ് ചിലപ്പോൾ ഇയർ ബാക്കിൽ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രോങ്സ് തന്നെ എടുക്കാം. ഫ്രോങ്സിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവലാണ്. അതിൻ്റെ നെക്സ ബ്ലൂ ബ്ലാക്ക് കളറൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കളറായിരിക്കാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇയർ എൻഡ് വാഹനങ്ങളിൽ ലഭിച്ചുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഷോറൂമിൽ ആരെങ്കിലും വന്നിട്ട് മാറ്റിയതോ അല്ലെങ്കിൽ ബൾക്കായിട്ട് ലോഡ് കയറി വരുന്ന വാഹനങ്ങളൊക്കെ ആയിരിക്കാം വിറ്റ് പോകാത്ത സമയത്ത് ഇയർ എൻഡ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ഈ സ്പെസിഫിക് കളർ ഉണ്ടായിക്കൊള്ളണമെന്ന് അല്ലെങ്കിൽ സ്പെസിഫിക് വേരിയന്റ് ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഇയർ എൻഡ് വാഹനം എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അത് ഷോറൂമിൽ നിന്ന് വിറ്റ് പോയില്ല എന്ന് കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എടുക്കണം. പല റീസൺ ആവാം. ചിലപ്പോൾ ബൾക്ക് ലോഡ് വന്നപ്പോൾ വാഹനം കൂടിപ്പോയതാവാം. അതല്ല എങ്കിൽ ആ വാഹനത്തിൻ്റെ ഉടമ ചിലപ്പോൾ ഒന്ന് മൈൻഡ് ചേഞ്ച് ചെയ്ത് വേറൊരു കാർ എടുത്തയക്കാം. അപ്പോൾ ഒരു സ്പെസിഫിക് കളറാണെങ്കിൽ അത് ചിലപ്പോൾ വേറെ ആർക്കും വേണ്ടാണ്ട് മാറ്റി വെച്ചിരിക്കുന്നതാവാം. അങ്ങനെ പല പല റീസണുകളുണ്ട്. അപ്പോൾ എന്ത് റീസൺ കൊണ്ടാണ് ആ വാഹനം ഇയർ ബാക്ക് ആയത് അല്ലെങ്കിൽ ഷോറൂമിൽ അല്ലെങ്കിൽ അവരെ യാർഡിൽ കിടന്നു പോയത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ വാഹനം അസസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് കറക്റ്റായിട്ട് അസസ് ചെയ്ത് അല്ലെങ്കിൽ PDA ചെയ്തതിന് ശേഷം മാത്രം ഇറക്കുക. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ PDA ചെയ്യാൻ പോയ 1-2 വാഹനങ്ങൾ ഇയർ ബാക്ക് വാഹനങ്ങളിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയർ എൻഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസത്തേക്കുള്ളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഓൺ റോഡ് ഇറക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവും അതിനകത്തുണ്ട്. പിന്നെ അടുത്ത് പലരും പറയുന്ന ഒരു നെഗറ്റീവാണ്, പക്ഷെ അതെനിക്ക് അത്ര 100% ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ വാഹനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസിൽ ഡിപ്രീസിയേഷൻ ഉണ്ടായേക്കാന്ന്. ശരിയാണ്. ഇപ്പം നമ്മൾ 25-ൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനം 26-ലാണ് എടുത്തതെങ്കിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് എപ്പോഴും 2025 മാനുഫാക്ചർ തന്നെ വരുള്ളൂ. ഇപ്പോൾ 2030-ൽ നമ്മൾ വിൽക്കുകയാണ് എങ്കിൽ നമുക്ക് 5 കൊല്ലം വരെയുള്ള ഡിപ്രീസിയേഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതായത് ഒരു കൊല്ലത്തിൻ്റെ മാത്രത്തിന് ചിലപ്പോൾ നമുക്ക് കിട്ടാവുന്ന പ്രൈസിൻ്റെ ഒരു 10%, ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് കിട്ടുമെങ്കിൽ ചിലപ്പോൾ 4,80,000 രൂപയായിരിക്കും ആ വാഹനത്തിന് വില കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രൈസ് ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം ഒരു പഴയ വാഹനം വാങ്ങുക. അടുത്തൊരു നെഗറ്റീവ് എന്ന് നമുക്ക് പറയാവുന്നത്, നമ്മൾ പോസിറ്റീവിൽ പറഞ്ഞ കാര്യമാണ്, ഒരു ഇയർ എൻഡ് വാഹനം എന്തുകൊണ്ടും ഒരു യൂസ്ഡ് കാറിനേക്കാളും നല്ലതാണ്. യൂസ്ഡ് കാറ് ചിലപ്പോൾ പല പല റീസൺ കൊണ്ടായിരിക്കാം അവർ വിൽക്കുന്നത്. അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഒരു ഷോറൂമിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ഇയർ ബാക്ക് വാഹനമായിരിക്കാം. ഇത് പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്ക് ഒരുപോലെ ഉൾപ്പെടുത്താം. പലർക്കും ഇപ്പോൾ ഒരു പഴയ വാഹനം 6 മാസം അല്ലെങ്കിൽ 8 മാസം പഴക്കമുള്ള വാഹനം എടുക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ചെയ്ത് പുതിയ ഇയറിലെ പുതിയ വാഹനങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആ ഇയറിൽ കിട്ടുന്ന എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. അല്ലെങ്കിൽ ഇയർ ബാക്ക് ആയിട്ടുള്ള ഒരു വാഹനം, ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നു. ഇപ്പോൾ എക്സാമ്പിൾ വെന്യൂവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വെന്യൂവിൻ്റെ എനിക്കൊന്ന് പഴയ വാഹനങ്ങൾ പെട്രോളിൽ ഇപ്പോഴും 1-2 വേരിയന്റുകൾ അവൈലബിൾ ആണ്. അതിന് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും ഷോറൂമിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ വാഹനം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നത് ഇയർ എൻഡ് വാഹനങ്ങളാണ്. അല്ലെങ്കിൽ ലീവ് ചെയ്തിട്ട് പുതിയൊരു വാഹനത്തിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. ഒരു ഇയർ എൻഡ് വാഹനം എടുക്കണോ അടുത്ത കൊല്ലം വെയിറ്റ് ചെയ്ത് പുതിയ വാഹനം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വാഹനം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ ആ വാഹനത്തിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നല്ല രീതിയിലൊരു PDA ചെയ്തതിന് ശേഷം വാഹനം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇയർ എൻഡ് വാഹനങ്ങൾ പരിഗണിക്കാം. അതിന് അതിൻ്റേതായ ബെനിഫിറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മെസ്സേജ് അയച്ചവർക്ക് നിങ്ങളുടെ ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓർ സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.